Meet the editors. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 48 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കെ ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നതോടുകൂടി മത്സരരംഗം കൂടുതൽ തീവ്രമാകുമെന്നത് ഉറപ്പാണ്. ശക്തമായ ത്രികോണ മത്സരത്തിലാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കോൺഗ്രസിൻ്റേത് മികച്ച തുടക്കമാണോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പിയാസുൽ കൂടി ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി ചേരുന്നുണ്ട്. ജിമ്മി, ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചത് ഈ മേയർ സ്ഥാനാർത്ഥിയായി കെ ശബരിനാഥിൻ്റെ പേര് നമ്മളത് ആദ്യം രാവിലെ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നു ആ വാർത്ത. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഒന്ന് നമ്മൾ സംശയിച്ചു. കാരണം ഈ എം പിമാരായിരുന്നവർ നിയമസഭയിൽ മത്സരിക്കുകയും നിയമസഭയിൽ മത്സരിച്ച് ജയിച്ച് അടുത്ത കൂടെ നിയമസഭയിലേക്ക് കണ്ണുനട്ടിരിക്കുന്നവർ കോർപ്പറേഷനിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കം ഇല്ലല്ലോ. മുകളിലോട്ടാണല്ലോ ആളുകൾ നോക്കുന്നത്. പക്ഷേ ഇത് ആ അർത്ഥത്തിൽ ഒരു മികച്ച തുടക്കമല്ലേ? ഞാൻ വിചാരിച്ചത് ശബരിനാഥിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ സത്യത്തിൽ അങ്ങനല്ല. വളരെ സീരിയസ് ആണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ. എന്ന് മാത്രമല്ല, കെ ശബരിനാഥ് നഗരസഭയിൽ ജയിച്ച് അവരുടെ നഗരസഭയുടെ നഗരപിതാവായി മാറിക്കഴിഞ്ഞാൽ ശശി തരൂരിൻ്റെ ഒഴിവ് വരുമ്പോൾ അടുത്ത എം പി സ്ഥാനത്തേക്ക് അവർ കണ്ടുപിടിക്കുന്ന ഒരു പേര് കൂടിയാണ് ശബരിനാഥ്. അങ്ങനെ ഒരു ഗ്രാൻഡ് പ്ലാനോട് കൂടിയാണ് ശബരിനാഥിനെ ഇറക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കോൺഗ്രസിന് ഈ കാര്യത്തിൽ സ്ഥാനാർത്ഥികളെ അണിനിരത്താനും ശബരിനാഥിനെ പോലൊരു പേര് മുന്നോട്ട് വയ്ക്കാനും കഴിഞ്ഞത് അവരുടെ മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. പക്ഷേ ചരിത്രം മറക്കരുത്, ഒരു കാലത്തും കോൺഗ്രസും UDFും ഗതി പിടിച്ചിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ നാട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇത് 91 തുടങ്ങുമ്പോൾ അന്ന് ജില്ലാ കൗൺസിലിൽ 14 ഇടതുമുന്നണി തൂത്തുവാരുകയായിരുന്നു. അതിനുശേഷം 95 3 ടയർ സംവിധാനം വരുന്നത്. അന്ന് മുതൽ LDFിൻ്റെ തേരോട്ടമാണ്. ആകെ വ്യത്യാസം ഉണ്ടായതെന്ന 2015 50% സ്ത്രീ സംവരണം വന്നതിന് ശേഷം കോൺഗ്രസിന് കുറച്ച് രീതിയിൽ നില മെച്ചപ്പെടുത്താൻ പറ്റി. 37% വോട്ട് കിട്ടുന്നത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ അവർ കുറച്ചുകൂടെ നില മെച്ചപ്പെട്ടു. 2020 ആകുമ്പോഴേക്കും പിന്നെയും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കോർപ്പറേഷനുകൾ ആകെ 2 ഉണ്ടായിരുന്നു. അന്ന് കണ്ണൂരും കൊച്ചിയും ഉണ്ടായിരുന്നു. അത് അവസാനം കണ്ണൂർ മാത്രമായി തീരുകയും കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരത്ത് അവർ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു ഗതികേടിലേക്ക് മാറുകയും ചെയ്തു. തിരുവനന്തപുരം കോൺഗ്രസിൻ്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. തിരുവനന്തപുരം നഗരസഭ തോറ്റതുകൊണ്ട് മാത്രമല്ല, ഈ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് നാമാവിശേഷമായി പോകുന്നതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂർ ഇടയ്ക്കിടയ്ക്ക് പാർലമെൻറ്റ് മത്സരം വരുമ്പോൾ ജയിക്കുന്നു എന്നത് മാത്രമാണ് അതിൻ്റെ അബറേഷൻ. അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അവിടെ CPM 3ാം സ്ഥാനത്ത് പോകും, അതൊക്കെ ശരിയാണ്. പക്ഷേ സംഘടനാ സംവിധാനം നിർജ്ജീവമായപ്പോൾ ഒരു ജില്ലയായി കോൺഗ്രസ്സുകാർ തന്നെ തിരുവനന്തപുരത്തെ കാണുന്നുണ്ട്. അവിടെയാണ് ശ്രീ K മുരളീധരൻ നേതൃത്വം വഹിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 48 പേർ. അതിൽ പലതും എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അതിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് അറിയാവുന്ന പേരുകളൊക്കെ തന്നെയാണ്. നാളെ കോൺഗ്രസ്സിൽ ഇതിൻ്റെ പേരിൽ കലാപക്കൊടി ഉയരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞാനത് പറയാൻ തയ്യാറല്ല. പലരോടും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആദ്യ സൂചനകൾ വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ആ സ്വഭാവം മറക്കാൻ പറ്റില്ല, അതുകൊണ്ട് വരുമായിരിക്കും. പക്ഷേ അപ്പോഴും ഒരു ഹെഡ് സ്റ്റാർട്ട് കോൺഗ്രസിന് കിട്ടിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് കോൺഗ്രസിനോട് നമ്മൾ കാണിക്കുന്ന ഒരു ആനുകൂല്യമാണ്. കാരണം എല്ലാ തിരഞ്ഞെടുപ്പിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടത് ഇതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് തന്നെയാണ് ചെയ്യാറ്. 2 ദിവസം കഴിഞ്ഞാൽ BJPയുടെ വരും, തൊട്ട് പിന്നാലെ തന്നെ CPMൻ്റെ വരും. കോൺഗ്രസ് സാധാരണ ചെയ്യാറില്ല. കോൺഗ്രസ് ഇതാ ചെയ്തിരിക്കുന്നു. അതാണ് ഇതിനകത്തുള്ളൊരു മെറിറ്റ്. ഈ ആദ്യ ലിസ്റ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിലൂടെ കോൺഗ്രസ് അണികൾക്ക് ഒരു വലിയ ആവേശം ഉണ്ടാക്കാൻ കഴിയും. 2 ദിവസം കഴിയുമ്പോൾ ഈ ആവേശം BJPയിലേക്കും അതുപോലെ തന്നെ LDFിലേക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ കളം ഈക്വലാണ്. കോൺഗ്രസിന് ഉണ്ടാകേണ്ട ഒരു പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയ തർക്കങ്ങൾ ആരും നമ്മൾ കേട്ടില്ല. നമ്മൾ പോലും ഇന്നലെ രാത്രിയാണ് അറിയുന്നത് ഇന്ന് രാവിലെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത്. ശബരിനാഥൻ്റെ പേര് പോലും ഇന്നലെ രാത്രി വൈകിയാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. കോൺഗ്രസിൻ്റെ പാളയത്തിനകത്തെ പട തൽക്കാലം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും ശബരിനാഥിനെ പോലെ എണ്ണം പറഞ്ഞ ഒരു പേര് മുന്നോട്ട് വയ്ക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേരളത്തിൻ്റെ മൊത്തം ചിത്രമെടുത്ത് നോക്കിയാൽ കോൺഗ്രസിന് UDFിന് ഈ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും കോർപ്പറേഷനും ഒക്കെ എത്രത്തോളം ഗുണം ചെയ്യും? തിരുവനന്തപുരത്ത് തന്നെ എടുത്ത് നോക്കൂ. തിരുവനന്തപുരത്ത് കോൺഗ്രസ് വെറും 8 സീറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഒതുങ്ങിയത്. 2 ഘടകകക്ഷികളാണ്. അങ്ങനെ 34 BJP, കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ 50-ന് മുകളിൽ സീറ്റുകൾ ഇടതുമുന്നണിയിൽ നേടുന്നു. സത്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഈ വലിയ മുന്നൊരുക്കം, കഴിഞ്ഞ തവണ മുന്നൊരുക്കം ഇല്ലാതിരുന്നത്, അത് തുടങ്ങാം. കഴിഞ്ഞ തവണ വലിയ മുന്നൊരുക്കങ്ങൾ ഇല്ലാതിരുന്നത് ആരെയാണ് സഹായിച്ചത്? അത് BJPയാണ് സഹായിച്ചത്. BJP കഴിഞ്ഞ തവണ ജയിക്കുമെന്ന് ഉറച്ചിരുന്നാണ്. VV രാജേഷ് നേതൃത്വത്തിൽ എല്ലാ പ്ലാനും ഉണ്ടായിരുന്നു. നഗരസഭയുടെ പിതാവാകുമെന്ന് ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ സംഭവിച്ചത് BJP കുറച്ച് കൂടുതൽ സീറ്റുകൾ പിടിച്ചു, പക്ഷേ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സീറ്റുകൾ പോയി. അങ്ങനെയാണ് ഈ പ്ലാൻ പൊളിഞ്ഞു പോയത്. കോൺഗ്രസ് ആണെങ്കിൽ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. കവടിയാർ സീറ്റിൽ മാത്രമാണ് BJPയും കോൺഗ്രസും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലം.
ബാക്കി എല്ലായിടത്തും BJP വേഴ്സസ് LDF ആയിരുന്നു, അല്ലെങ്കിൽ CPM ആയിരുന്നു മത്സരം. ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ശക്തമായ ഒരു മത്സരം വരുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുമ്പോൾ ആർക്കാണ് ഇതിൻ്റെ ഗുണം? സത്യത്തിൽ അതിൻ്റെ ഗുണം കോൺഗ്രസിനല്ല, LDFനാണ്. LDFനാണ് ഇതിൻ്റെ ഗുണം ഉണ്ടാവുക. LDFിൻ്റെ അവസ്ഥ നോക്കൂ. LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി ആരാ? പോട്ടെ, LDFിൻ്റെ പഴയ മേയർ ആരാ? ആര്യ രാജേന്ദ്രൻ ചിത്രത്തിലേ ഇല്ല. ഇപ്പോൾ ദീപക് SP-യുടെയും അതുപോലെ തന്നെ മുൻ MP സമ്പത്തിൻ്റെയും പേരുകളാണുള്ളത്. ആര്യ രാജേന്ദ്രൻ ചിത്രത്തിലില്ല. ഒരു വലിയ ഫെയിലിയറായി CPM തന്നെ കരുതുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ മാറ്റുകയാണ്. അപ്പോൾ CPM-ന് സംവരണമായിരുന്ന മണ്ഡലം ഇപ്പോൾ വനിതാ സംവരണം അല്ലാത്തതുകൊണ്ട് മാറുന്നു എന്നാണ്. വേറെ സ്ഥലങ്ങളിൽ മേയറാകുമ്പോൾ വേറെ എവിടെയെങ്കിലും ഒരു മത്സരിപ്പിക്കേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് കാര്യമായി ഇളക്കം നടത്തുകയും ചെയ്യുമ്പോൾ ഹിന്ദു വോട്ടുകളിൽ BJPയും അതുപോലെ തന്നെ കോൺഗ്രസ് തമ്മിലൊരു കടിപിടി ഉണ്ടാവുക, BJPയുടെ കുറച്ച് സീറ്റുകൾ പോവുക. അതിനാണ് ഒരു സാധ്യത ഞാൻ കാണുന്നത്. CPM വീണ്ടും ഇവിടെ ജയിക്കാൻ പോവുകയാണ് കോർപ്പറേഷൻ എന്നുള്ളതിൻ്റെ ആകത്തുക. ഒരു 25 സീറ്റിലേക്ക്, പക്ഷേ കോൺഗ്രസിൻ്റെ പ്ലാൻ, കോൺഗ്രസ് ഇത് അറിയാത്തവരല്ല, 10-ൽ നിന്ന് ഒരു 25 സീറ്റിലേക്ക് അവർ മുന്നോട്ട് വന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ബീഹാറിൽ ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ അവസ്ഥയിലാകും കോൺഗ്രസ്. ആര് നഗരസഭ ഭരിക്കണമെന്നുള്ളത് അവർ തീരുമാനിക്കും. ആ ഒരു സിറ്റുവേഷനിലേക്ക് വരും. പക്ഷേ അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്, മിണ്ടാൻ പറ്റില്ല. ചിലപ്പോൾ കോൺഗ്രസിനും സ്ഥാനാർത്ഥി ഉണ്ടാകും, അങ്ങനെ മത്സരിക്കും. CPM LDF വീണ്ടും ജയിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ വലിച്ചു താഴുക. ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു നിർണായക ശക്തിയാകും. കോർപ്പറേഷനിൽ കോൺഗ്രസ് ഭരിക്കാനുള്ള സാധ്യത തുലോം കുറവാണ്. പക്ഷേ ഈ ഒരു ഹെഡ് സ്റ്റാർട്ട് വഴി BJPയെ പരിങ്ങിലാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP കാത്തിരിക്കുന്ന ഒരു സീറ്റാണ്, ഒരു നഗരസഭയാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരം BJPയുടെ കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതയും ഇന്നത്തെ പ്രഖ്യാപനത്തോടെ മുരളീധരൻ ഒരുക്കി കഴിഞ്ഞു. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മറ്റ് കോർപ്പറേഷനിൽ എന്തൊക്കെ വരുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തൃശ്ശൂരിൽ ശക്തമായ മത്സരമുണ്ടെന്ന് നമുക്കറിയാം. മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും കഴിഞ്ഞ തവണ 2 മുനിസിപ്പാലിറ്റിയാണ് BJPക്ക് കിട്ടിയത്, പാലക്കാടും അതുപോലെ തന്നെ പന്തളവും. ബാക്കിയുള്ള സ്ഥലം എങ്ങനെയാണെന്നൊക്കെ വരുന്ന ദിവസങ്ങൾ ചിത്രം വ്യക്തമാകട്ടെ. പക്ഷേ കോൺഗ്രസ് പതിവ് തെറ്റിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഗംഭീരം എന്നല്ല, നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി കുറേ കാലത്തിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കും. അതെ, പിയാസുൽ കൂടിയുണ്ട്. പിയാസുനിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ മുകളിലേക്കാണ് പോകാറ്, മോഹങ്ങൾ മുകളിലേക്കാണല്ലോ. വാർഡിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്ന്, നിയമസഭയിൽ നിന്ന് നേരെ ലോക്സഭയിലേക്ക് എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ചിലക്കാണെങ്കിൽ ലോക്സഭയിൽ നിന്ന് MLA സ്ഥാനത്തേക്ക് വന്നാൽ മതി എന്നാണ് അടുത്ത കാലത്ത്. പക്ഷേ ഇപ്പോഴിതാ ശബരിനാഥനെ പോലുള്ളൊരു നേതാവിനെ നേരെ കോർപ്പറേഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അപ്പോൾ ഗൗരവത്തിലെടുക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളതൊരു മെസ്സേജ് കൂടിയല്ലേ നൽകുന്നത്. ആ അർത്ഥത്തിൽ മികച്ച തുടക്കമല്ലേ കോൺഗ്രസിൻ്റേത്? പിയാസുനിൽ ശബരിനാഥിൻ്റെ പേര് ഇതിനകത്ത് കേട്ടപ്പോൾ ആദ്യം ജിമ്മി പറഞ്ഞതുപോലെ ശബരിനാഥിന് ഒരു പണി കൊടുത്തതാണെന്നാണ് ഞാൻ ആദ്യം എനിക്കും തോന്നിയത്. ഏതായാലും കോൺഗ്രസ് വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നു എന്നാണ് ഇപ്പോൾ പൊതുവെ മനസ്സിലാകുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാസ്റ്റ് ബസ്സാണ്. ഈ ബസ് മിസ്സായാൽ കോൺഗ്രസിന് അത് വലിയ പ്രതിസന്ധിയാകും. അത് കേരളത്തിലെ മാത്രം സാഹചര്യമല്ല, ഇന്ത്യയിലെ ഒട്ടാകെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പലയിടത്തും ലാസ്റ്റ് ബസ് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും അധികം സീറ്റിൽ BJPയുമായി നേരിട്ട് മത്സരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. പക്ഷേ അപ്പോഴും ഏറ്റവും അധികം സീറ്റുകളിൽ BJPയുമായി നേരിട്ട് മത്സരിച്ച് തോൽക്കുന്ന പാർട്ടിയും കോൺഗ്രസ് ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്താൽ ഒരു രാജസ്ഥാനും ഒരു ഹരിയാനയും ഒരു കേരളവും മാറ്റിവെച്ചാൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു പാർട്ടികളുടെ സഹായത്തോടെ മാത്രമാണ്. അതാണ് എല്ലാ സ്ഥലങ്ങളിലെയും കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം. കേരളം മാത്രമാണ് വലിയൊരു പ്രതീക്ഷ കോൺഗ്രസിനുള്ളത്. അപ്പോഴും കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു എന്നല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ സാഹചര്യം വലിയ തിരിച്ചടിയായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഇനി അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതെ പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നോട്ട് പോയാലേ പറ്റൂ എന്നുള്ളത് നമുക്കറിയാലോ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ തന്നെ കേരളത്തിലെ മുഴുവൻ നേതാക്കളെയും ഡൽഹിയിൽ വിളിച്ച് VD സതീശനടക്കം ശാസിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇങ്ങനെ പോയാൽ പറ്റില്ല. കോൺഗ്രസ് താഴെത്തട്ടിൽ നിന്ന് പിടിച്ചു തുടങ്ങണം എന്ന് കർശന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിരിക്കുകയാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ അടി നടക്കുന്ന സാഹചര്യമാണ്, KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ തന്നെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സ്വന്തം പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ മുരളീധരനാണ് തിരുവനന്തപുരത്തിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ് മറ്റ് പല കോർപ്പറേഷനുകളുടെയും ജില്ലകളുടെയും ഒക്കെ തന്നെ
ചുമതല നൽകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചുമതല നൽകിക്കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അതത്രത്തോളം കോൺഗ്രസിനെ സഹായിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ജിമ്മി പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പുറകോട്ട് പോകുന്നൊരു സ്ഥിതിയാണ്. മാത്രമല്ല കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ സാഹചര്യം പരിശോധിച്ചാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗ്രാഫ് മാറിയിട്ടുണ്ട്. കാരണം അവിടെ BJP എന്നൊരു പുതിയ BJPയുടെ ഒരു വലിയ സാന്നിധ്യം ഇപ്പോൾ വളരെ ശക്തമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു കഴിഞ്ഞു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരത്തെയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ. ഇനി അത് കൂടുതൽ ശക്തമായി വരാൻ പോകുന്നൊരു സ്ഥിതി കൂടി. അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരമാണ് കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. അവിടെ നന്നായി മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഇറങ്ങുന്നത് തീർച്ചയായും കോൺഗ്രസിൻ്റെ അണികൾക്കൊക്കെ തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ശബരിനാഥിൻ്റെ പേര്, അപ്പോൾ ശബരിനാഥിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഇറക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നു എന്നത് ഇതിൻ്റെ ഒരു ഗൗരവം കൂട്ടാൻ സഹായിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് വളരെ ഗൗരവത്തോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ കാണുന്നു. അപ്പോൾ കോൺഗ്രസ് സ്വന്തം അവരുടെ പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ നേരത്തെ തന്നെ, പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം പറയാം, കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപേ പ്രഖ്യാപിച്ചു. അപ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ സഖ്യം ഉണ്ടായില്ല. പിന്നീട് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് 2 പാർട്ടികളുമൊക്കെ മത്സരിച്ചത്. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ, ഏറ്റവും അവസാന നിമിഷം വരെ തമ്മിലടിയായിരുന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ. അതുകൊണ്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് നാളെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിലെ സ്ഥിതി അങ്ങനെ ആയിരിക്കണമെന്നില്ല. കോൺഗ്രസിലെ സാഹചര്യങ്ങൾ പലപ്പോഴും മാറി മറിഞ്ഞൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസ് തിരിച്ചറിയണം, കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാസ്റ്റ് ബസ്സാണ്. അത് കേരളത്തിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ബസ്സാണ്. ആ ലാസ്റ്റ് ബസ്സാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബസ്സിൽ കയറി ശക്തമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് തയ്യാറായില്ല എങ്കിൽ കോൺഗ്രസ് കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യങ്ങളിലേക്ക് വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് കിട്ടിയത് ചെറിയൊരു ശ്വാസമാണ്. ആ ശ്വാസത്തിൽ നിന്ന് പിടിച്ചു കയറണം. കേരളം അപ്പോഴും ആശ്വാസമായി നിന്നിട്ടുണ്ട്. പക്ഷേ നിയമസഭയും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളൊന്നും അവിടെ കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല. ഇടതുപക്ഷം വളരെ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനം എന്നൊക്കെ വലിയ പ്രഖ്യാപനം നടത്തി വലിയ ആത്മവിശ്വാസത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ BJP മുന്നോട്ട് പോകുന്നു. അപ്പോൾ കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്താകുമോ എന്ന് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് കൂടുതൽ ആത്മവിശ്വാസം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കോൺഗ്രസ് നൽകിയിരിക്കുന്ന മുരളീധരനിലൂടെ നൽകിയിരിക്കുന്ന സൂചന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്. നല്ല തുടക്കമാണെന്ന് പറയാം. പക്ഷേ അത് മുന്നോട്ട് തുടർന്നില്ല എങ്കിൽ കോൺഗ്രസിന് രക്ഷയില്ല എന്ന് തന്നെ പറയാം. റൈറ്റ്. തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോൺഗ്രസിൻ്റേത് മികച്ച തുടക്കമോ എന്നാണ് നമ്മുടെ ചോദ്യം. സുജയ, മികച്ച തുടക്കമാണ്. കാരണം ഏത് മത്സരത്തിലായാലും അതിലിപ്പോൾ ഒരു ഓട്ട മത്സരമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ദൂരം ഓടിയിട്ട് പക്ഷേ മുയലിനെ പോലെ ഉറങ്ങരുതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആമ പിന്നിൽ നിന്ന് പതിയെയാണ് ഓടി വരുന്നതെങ്കിലും വരുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന മുയലിനെ മറികടന്ന് ആമ ജയിച്ച ഒരു ഓട്ട മത്സരത്തിൻ്റെ കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. കാരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിനപ്പുറം ആ സ്ഥാനാർത്ഥി എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ടായി തൻ്റെ നേരത്തെ പ്രഖ്യാപിച്ച് കിട്ടിയ ആ ഒരു ആദ്യത്തെ ആ ഒരു ഇനിഷ്യൽ പുള്ളെന്ന് പറയുന്നത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച അധികം ചരിത്രവുമില്ല എന്നതും വസ്തുതയാണ്. പ്രഖ്യാപനത്തിനപ്പുറം എനിക്ക് തോന്നുന്നു എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ തയ്യാറായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല മിക്കയിടങ്ങളിലും ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലായിടങ്ങളിലും വെള്ള വിരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരെഴുതി ചേർത്താൽ മതി മതിലുകളിലൊക്കെ. അതുപോലെ തന്നെയാണ് മിക്കയിടങ്ങളിലും. ചിലയിടങ്ങളിലൊക്കെ പോസ്റ്ററുകളായി കഴിഞ്ഞു. ചിലയിടങ്ങളിൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ സ്ഥാനാർത്ഥിയുടെ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യം ഇറങ്ങിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LDF ആണ്. യഥാർത്ഥത്തിൽ ഈ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തന്നെ ഒരു കർട്ടൻ റൈസറായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. പ്രത്യേകിച്ചും നവംബർ 20 മുതൽ ഈ മാസം 20-ാം തീയതി മുതൽ ഈ കൂട്ടിയ പെൻഷൻ അടക്കം അതുപോലെ തന്നെ നേരത്തെ പെൻഡിംഗ് ആയിരുന്ന ഒരു ഗഡുവും കൂടി ചേർത്താണ് എല്ലാവരുടെയും കൈകളിലേക്ക് നവംബർ 20 മുതൽ എത്താൻ പോകുന്നത്. ഡിസംബർ 5-നും 15-നും ഇടയിലുള്ള 1-ഓ 2-ഓ 3-ഓ ഘട്ടമായിട്ടൊക്കെ ഈ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും. അപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട്
UDF-ഉം പ്രഖ്യാപനങ്ങളിലൂടെ LDF-ഉം നിൽക്കുകയാണ്. അവിടെയാണ് BJP, തിരുവനന്തപുരം കോർപ്പറേഷൻ ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അവിടെയാണ് BJP ഏതെങ്കിലും തരത്തിൽ ഇൻറോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം കഴിഞ്ഞ തവണ 34 സീറ്റുകളിൽ വിജയിച്ച എല്ലാ വാർഡ് കൗൺസിലർമാർക്കും കൊടുത്തിരുന്ന നിർദ്ദേശം നിങ്ങളുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ അതെല്ലാം പൂർത്തിയാക്കണമെന്നാണ്. നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ കാണാൻ കഴിയും. പാപ്പനംകോട് ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെയുള്ള കൗൺസിലേഴ്സ് ആ ഭാഗങ്ങളിലൊക്കെയുള്ള എല്ലാ പരിപാടികളും ഏറ്റെടുത്ത് ചെയ്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമുക്ക് അവിടെ കാണാൻ കഴിയും. സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുന്ന ആ പട്ടിക പ്രഖ്യാപനം വന്നില്ല എന്നേ ഉള്ളൂ. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതൊക്കെ സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ വിജയിച്ച വനിതാ കൗൺസിലർമാർ എല്ലാവരും മത്സരിക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുമ്പോൾ ആ ആര്യ രാജേന്ദ്രനെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാൻ CPIM-ന് LDF-ന് ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ BJP-യുടെ വനിതാ കൗൺസിലർമാർ എല്ലാവരും മത്സരരംഗത്തുണ്ടാകും. അതിനൊന്നും ഒരു സംശയവുമില്ല. ഒരു പക്ഷേ അടുത്തത് വനിതാ മേയറുമാകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ സ്വീകരിക്കാനായി ഒരു വനിതാ മേയറും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായി എന്ന് വരാം. ഇപ്പോൾ VV രാജേഷ് അടക്കമുള്ളവരാണ് എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഈ പൊസിഷൻസ് മാറി വരിക എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ പ്രഖ്യാപനം നടത്തിയതിന് തിളക്കമുള്ള LDF-നെ മറികടക്കുന്നതിനായി ഞങ്ങൾ ക്യാമ്പയിൻ വളരെ അഗ്രസീവായി കൊണ്ടുപോകും. അത് സംസ്ഥാന തലത്തിൽ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന, UDF എടുത്തിരിക്കുന്ന ധാരണ. അപ്പോൾ ഈ സീറ്റ് വിഭജനത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ആദ്യഘട്ടത്തിൽ പറയാം. 48 സ്ഥാനാർത്ഥികളെയാണല്ലോ ഇന്ന് K മുരളീധരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ അത് ഘടകകക്ഷികളുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും പ്രഖ്യാപനം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് 10 വാർഡുകളാണ്. അതുപോലെ RSP 5 വാർഡും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആകെ കിട്ടിയത് 10, അതിൽ 8 കോൺഗ്രസ്, 2 ബാക്കിയുള്ളവർ, അങ്ങനെയാണ് 10 കിട്ടിയത്. ഇനി എത്ര എണ്ണത്തിൽ കോൺഗ്രസിന് കൃത്യമായി സ്വാധീനമുണ്ട് അതുകൂടി നമ്മൾ നോക്കണമല്ലോ. 51 വാർഡുകൾ 10-ൽ നിന്ന് 51 ആക്കുമെന്ന് K മുരളീധരൻ പറയുമ്പോൾ ഈ 51 വാർഡുകളിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് കൃത്യമായ പ്രസൻസ് ഉണ്ടോ എന്ന ചോദ്യം K മുരളീധരനോട് ഒരു മാധ്യമപ്രവർത്തകന് ചോദിച്ചു കണ്ടില്ല. ചോദിച്ചിരുന്നെങ്കിൽ ആ ഉത്തരം അത്ര എളുപ്പമല്ല. കാരണം പ്രസൻസ് ഇല്ല എന്നുള്ളത് ഈ ഒരു യാഥാർത്ഥ്യമായി നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യമാണ്. LDF വേഴ്സസ് BJP അല്ലെങ്കിൽ NDA എന്ന രീതിയിലാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നിൽക്കുന്നത്. അതിലാണ് KS ശബരിനാഥൻ പോലെയുള്ള ഒരു ട്രംപ് കാർഡ് ഇറക്കിക്കൊണ്ടുള്ള ഈ നീക്കം. ഇതൊരു പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ എല്ലാത്തിനെയും അങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. KS ശബരിനാഥനെ അവിടെ ഇറക്കുമ്പോൾ 4 നിയമസഭാ മണ്ഡലങ്ങൾ = 1 കോർപ്പറേഷൻ എന്നുള്ളതാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര് മേധാവിത്വം നേടിയാലും അത് കൺവേർട്ട് ചെയ്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ അതിൻ്റെ ഒരു പ്രഭാവം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ K മുരളീധരൻ്റെ വട്ടിയൂർക്കാവടക്കം അവിടെ അതിൽ പ്രോമിനൻ്റായി നിൽക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് കൂടിയാണ് K മുരളീധരൻ ഈ ശബരിനാഥനെ എന്ന ട്രംപ് കാർഡ് ഇറക്കിക്കൊണ്ട് ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ഒരു രീതിയിൽ ഒരു എഡ്ജ് ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു അറ്റകൈയാണ്. ഇതൊരു അറ്റകൈ പ്രയോഗമാണ്. ഇതിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ AICC-യിൽ നിന്ന് കൃത്യമായി പലരുടെയും തല പോകുന്ന നടപടികൾ ഉണ്ടാകും എന്നുള്ളതും ഒരു വസ്തുതയാണ്. കാരണം ആരെ ഇറക്കിയായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല പെർഫോമൻസ് വേണം. അങ്ങനെയുള്ള കർശന നിർദ്ദേശം വന്നിട്ടുണ്ട്. VD സതീശൻ അടക്കം ഉടക്കി നിൽക്കുമ്പോൾ അവിടെ പോയി യോഗത്തിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നതൊക്കെ ഇത് കണക്ട് ചെയ്ത് വേണം നമ്മൾ വായിക്കാൻ. ഇപ്പോഴുള്ള DCC പ്രസിഡന്റ് അവിടെ ഉണ്ടെങ്കിലും VS ശിവകുമാറും K മുരളീധരനും ഇന്ന് വന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ DCC പ്രസിഡന്റ് എത്രത്തോളം ശക്തനാണ്, അദ്ദേഹം ശക്തനായി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അവിടെ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടി കോൺഗ്രസിന് അവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. നേതൃദാരിദ്ര്യവും നേതൃതർക്കവും എല്ലാം തുടരുന്ന ഒരു വെല്ലുവിളിയായി കോൺഗ്രസിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിനെ മറികടക്കുക അതോടൊപ്പം ഈ നിശ്ചയിച്ച 48 സ്ഥാനാർത്ഥികളുടെയും പ്രകടനം മുന്നോട്ട് കൊണ്ടുപോവുക, ബാക്കിയുള്ള സീറ്റുകളിൽ ഘടകകക്ഷികളുമായി ധാരണയിലെത്തിയതിനു ശേഷം ചൊവ്വാഴ്ചയോടുകൂടി ബാക്കി കൂടി പ്രഖ്യാപിക്കുക. അതവർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടല്ല പ്രഖ്യാപിച്ചത്. മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് പറയുന്നില്ല എന്നാണ് ഉപചോദ്യത്തിന് K മുരളീധരൻ എന്ന് കൊടുത്ത മറുപടി. ഇവിടെ KS ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാർ അത് കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമെന്നാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ കവടിയാറിൽ ഇത്തവണ അങ്ങനെയാകുമോ കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ശബരിനാഥനെ അതായത് 2015-ലെ ഉപതെരഞ്ഞെടുപ്പിലും 2016-ലെ തെരഞ്ഞെടുപ്പിലും വിജയിച്ചതിന് ശേഷം 2021-ൽ പരാജയപ്പെട്ട ശബരിനാഥനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ കവടിയാറിൽ എങ്ങാനും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ വീഴ്ചയായി മാറും കോൺഗ്രസിന്റെ K മുരളീധരന്റെ ഒക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, പല തലകളും ഉരുളും എങ്ങാനും ശബരിനാഥൻ അവിടെ പരാജയപ്പെട്ടു പോയാൽ. കാരണം ശബരിയുടെ വീടിരിക്കുന്നത് ശാസ്തമംഗലം വാർഡാണ്. അവിടെ വനിതാ സംവരണം ആയതുകൊണ്ടാണ് തൊട്ടപ്പുറത്തുള്ള കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡായ കവടിയാറിൽ ശബരിയെ നിർത്തുന്നത്. അതോടൊപ്പം തന്നെ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്നത് ഒരു യുവാക്കളുടെ ഒരു മിക്സ് കൊണ്ടുവരികയാണ്. വൈഷ്ണ സുരേഷ് മുട്ടട വാർഡിലാണ്. അത് CPIM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ വൈഷ്ണ വിജയിച്ച് കയറുകയാണെങ്കിൽ അതും ഒരു അഡ്വാൻറ്റേജായി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉയർത്തിക്കാട്ടാൻ കഴിയും. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പേര് SB രാജിയുടേതാണ്. ഈ ആശാസമരം
സമരം ഞങ്ങൾ സ്പോൺസർ ചെയ്തതല്ല, അല്ലെങ്കിൽ ആശാ സമരത്തിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആശാ പ്രവർത്തകയെ മത്സരിപ്പിക്കുന്നുണ്ടെന്നേ. കാച്ചാണി വാർഡിൽ SB രാജി എന്ന് പറയുന്ന ആശാ പ്രവർത്തക മത്സരിക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ എല്ലായിടങ്ങളിലും ഇത് UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും എന്നതിന്റെ സൂചന ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. 48-ൽ 1 ആശാ പ്രവർത്തകയാണ്, SB രാജിയാണ്. അപ്പോൾ സർക്കാരിനെതിരായ ഈ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ക്യാമ്പയിൻ വാചകം തന്നെ നഗരസഭാ അഴിമതിക്കെതിരെ കുറ്റപത്രം എന്നുള്ള രീതിയിലാണ്. അതാണ് 12-ാം തീയതി വരെ മുരളീധരൻ നയിക്കുന്ന തിങ്കളാഴ്ച തുടങ്ങുന്ന വാഹന പ്രചാരണ ജാഥയിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന മുദ്രാവാക്യം. അപ്പോൾ ഈ 10-ൽ നിന്ന് 30-ലേക്കെങ്കിലും എത്താൻ കഴിഞ്ഞാൽ, 10-ൽ നിന്ന് അതൊരു യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചാൽ 10-ൽ നിന്ന് 51 ഒന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം BJP 70 മണ്ഡലങ്ങളിൽ കൃത്യമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 70 വാർഡുകളിൽ കോർപ്പറേഷനിൽ BJPക്ക് ഇതിനകം തന്നെ സ്വാധീനമുണ്ട്. അവിടെ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 34-ൽ നിന്ന് 51 എത്തുന്നതാണോ എളുപ്പം, 10-ൽ നിന്ന് 51 എത്തുന്നതാണോ എളുപ്പമെന്ന് സാധാരണ ലോജിക്കിൽ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. കാരണം കഴിഞ്ഞ 5 വർഷമായി 51 എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് BJP. അപ്പോൾ കോൺഗ്രസിന് അത്ര എളുപ്പമല്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. തിരുവനന്തപുരത്ത് തന്നെ വെഞ്ഞാറമൂട്ടിലെ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ മാണിക്യമംഗലം വാർഡിലെ വാർഡ് അംഗമായ കോൺഗ്രസ് നേതാവ് P. ബാബു BJPയിൽ ചേർന്നിട്ടുണ്ട്. 5-ാം തീയതി അംഗത്വം രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതോടൊപ്പം തന്നെ CPIM സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് വിജയിച്ച കോൺഗ്രസിന്റെ അംഗത്തെയാണ് BJPയിലേക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല നീക്കങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷനിലും കാണേണ്ടി വരും എന്നുള്ള ഒരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് ഗംഭീര തുടക്കമാണ്. തുടക്കം ഗംഭീരമായി എന്ന് വെച്ച് ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കരുത്. വേഗത കുറച്ചാൽ പിന്നാലെ വരുന്നവർ മുന്നിൽ ഓടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മികച്ച തുടക്കമായോ എന്ന ചോദ്യത്തിന് സാധ്യമായതിൽ മികച്ച തുടക്കം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. തിരുവനന്തപുരം നഗരത്തിൽ പഴയ കോൺഗ്രസ്സുകാരെ ഇപ്പോൾ കാണാനില്ല. ആ കോൺഗ്രസ്സുകാരിൽ പലരും ഇപ്പോൾ ഇരിക്കുന്നത് മാലാർജി ഭവനിലാണ് എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ആരെടുത്ത് ചോദിച്ചാലും മതി. അതിപ്പോൾ കാച്ചാണി വാർഡിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരൻ BJPയിൽ ചേർന്നു എന്നുള്ളതൊന്നും അത്ര വലിയ അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ സംഭവിച്ചിരുന്നത്. പ്രേക്ഷകർ അറിയണം, ഞാൻ ഇന്നലെ സംഭവിച്ചുകൊണ്ടാട്ടോ അത് പറഞ്ഞത്. 2015-ൽ 35 സീറ്റുകൾ ഉണ്ടായിരുന്നു UDF-ന്. ആ 35-ൽ നിന്നാണ് കഴിഞ്ഞ തവണ 10-ലേക്ക് 25 സീറ്റുകൾ നഷ്ടപ്പെടുത്തി UDF വീണത്. അതിൽ 8 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മുടെ ചോദ്യമുണ്ട്, ബാക്കി സീറ്റുകൾ എവിടെ പോയി? അതിന് നേരെ നിങ്ങൾ BJPയുടെ ഡാഷ്ബോർഡ് നോക്കിയാൽ മതി. എവിടെയാണോ കോൺഗ്രസിന് കുറഞ്ഞത് കൃത്യമായി BJPക്ക് തിരുവനന്തപുരത്ത് ഇത് കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് BJPക്ക് 2015-ലുണ്ടായിരുന്നത് കേവലം എനിക്ക് 2010-ലുണ്ടായിരുന്നത് 6 സീറ്റുകൾ മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. ആ 6 സീറ്റുകളാണ് അവർ പടിപടിയായിട്ട് വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഏറ്റവും 35 സീറ്റുകളിലേക്ക്, അല്ലേ, 35 സീറ്റുകളിലേക്ക് എത്തിച്ചിരിക്കുക. പക്ഷേ അവരുടെ സങ്കല്പത്തിലുള്ളതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് തലസ്ഥാനത്ത് ഒരു BJP നഗരസഭാ അധ്യക്ഷയുണ്ടായില്ല. അത് അവർ അടുത്ത വർഷം വീട്ടുമെന്നാണ് അവർ പറയുന്നത് എല്ലാ വർഷങ്ങളിലും. പക്ഷേ BJPയുടെ വളർച്ച തിരുവനന്തപുരത്ത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്ന കോർപ്പറേഷനിലുണ്ടായിരുന്ന കോൺഗ്രസ്സുകാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അത് നേരെ പോയി BJPയിലേക്ക് പലരും ചേർന്നു എന്നുള്ളതാണ് ഉത്തരം നമുക്ക് കിട്ടുന്നത്. പെർസെൻറ്റേജ് വൈസ് നമ്മളൊന്ന് കണക്കിലെടുത്ത് നോക്കൂ. പെർസെൻറ്റേജ് വൈസ് കണക്കിലെടുത്ത് നോക്കിയാൽ 2015-ലും 2020-ലും സംഭവിച്ചിരിക്കുന്ന വലിയ ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഷിഫ്റ്റ് മുഴുവൻ പോയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നാണ്, നേരെ BJPയിലേക്കാണ് ആ ഷിഫ്റ്റ് പോയിരിക്കുന്നത്. അതാണ് അതിൽ ഏറ്റവും കൗതുകരം. ഞാൻ 2010-ലെ കണക്ക് പറയാം. 2010-ൽ 40 സീറ്റുകളാണ് UDF-നുണ്ടായിരുന്നത്. 40 സീറ്റുകളാണ്. അവിടെ അപ്പോഴും LDF തന്നെയായിരുന്നു മുൻപിൽ നിന്നിരുന്നത്. ആ 40-ൽ നിന്ന് വളരെ സാവധാനം കുറയുന്നു. അങ്ങനെ കുറഞ്ഞ് ഒടുവിൽ 10 മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെങ്ങനെ മാറി എന്നുള്ളതാണ് ചോദ്യം. നേരെ BJPയുടെ വളർച്ചയാണ് അതുണ്ടായത് എന്നുള്ളതാണ് വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. അവിടെ നിന്നും 10 സീറ്റിൽ നിന്ന്, അഥവാ 8 സീറ്റിൽ നിന്ന് കോൺഗ്രസിന് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ അവിടെ ഒരു നരേറ്റീവ് ഉണ്ടായേ മതിയാവൂ. അവിടെ ജനങ്ങളെ വിശ്വസിപ്പിക്കണം. എന്തുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസിന് സാധ്യതയുണ്ട്? ഒന്ന്, കേരളത്തിൽ അത്ര വലിയ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാര്യം എല്ലാ ചർച്ചകളും ഒരു സർക്കാർ അനുകൂല ചർച്ചയായിട്ട് മാറുന്നു. പ്രഖ്യാപനങ്ങൾ വരുന്നു. ഈ പെൻഷൻ അടക്കമുള്ള വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ വരുന്നു. വീട്ടമ്മമാർക്ക് 1000 രൂപ കൈപ്പറ്റിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, ഈ കോർപ്പറേഷനിൽ വോട്ട് ചെയ്യാൻ പോകുന്നവരിൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ 1000 രൂപ കൈപ്പറ്റി. എനിക്ക് 2000 രൂപ കൈപ്പറ്റും. നവംബർ മാസത്തിലെ 1000 രൂപയും ഡിസംബർ മാസത്തിലെ 1000 രൂപയും കൂടെ കൈപ്പറ്റും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്. ആ കൈപ്പറ്റിയിരിക്കുന്ന വോട്ടർമാരാണ് ഈ അവരുടെ വീട്ടിൽ പെൻഷൻ പറ്റുന്നവരുണ്ടെങ്കിൽ 3600-ഉം 2000-ഉം 2 മാസം കൊണ്ട് 5600 രൂപ വീതം കൈപ്പറ്റിയിരിക്കുന്നവരാണ് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. അവരുടെ മുന്നിൽ ചില വാഗ്ദാനങ്ങൾ അവരനുഭവിക്കും.
അനുഭവിക്കുന്ന ഒരവസ്ഥയായിട്ട് മാറുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ഇപ്പോൾ വയോജനക്ഷേമത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വയോജനക്ഷേമ തദ്ദേശ സ്ഥാപനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ തിരുവനന്തപുരം നഗരത്തെയാണ്. ഏറ്റവും പ്രായം കൂടിയ ആളുകൾ, ഇനി ചെറുപ്പക്കാരുണ്ടെങ്കിലോ, ഞാൻ കഴിഞ്ഞ തവണത്തെ വോട്ടർ നമ്മൾ പെർസെൻറ്റേജ് വൈസ് കൂടി നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ തവണ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത് LDF-നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് BJP-ക്കാണ്. അത് കഴിഞ്ഞു മാത്രമാണ് കോൺഗ്രസിൻ്റെ പ്രിഫറൻസ് വരുന്നത്. അതുകൊണ്ടുകൂടിയാണ്, ആ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസ് KSU നേതാക്കളടക്കം ഇപ്പോൾ വൈഷ്ണവ അടക്കമുള്ളവരെ മുട്ടണ പഞ്ചായത്ത്, അതായത് CPM-ൻ്റെ വാർഡാണ്, അവിടെ തന്നെ വൈഷ്ണവ അടക്കമുള്ളവരെ നിർത്താനുള്ള കാരണവും അതാണ്. യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് പുതുമുഖങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നു. തിരുവനന്തപുരം നഗരത്തിൽ വയോജനങ്ങൾക്കൊപ്പം തന്നെ തുല്യമായ ഈ ന്യൂ വോട്ടർമാരുണ്ട്. അപ്പോൾ ആ ന്യൂ വോട്ടർമാരെ ആകർഷിക്കാൻ ശബരിനാഥനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. പക്ഷേ ഞാനിതിൽ കാണുന്ന കൗതുകകരമായ ഒരു കാര്യം, ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായി എനിക്ക് തോന്നുന്നത്, അവിടെ ശബരിനാഥനെ പോലുള്ളൊരു നേതാവ് കോർപ്പറേഷനിൽ മത്സരിക്കാൻ വരുന്നു എന്നുള്ളതാണ്. സാധാരണ അങ്ങനെ തയ്യാറെടുക്കില്ല. ഇപ്പോൾ ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ MP-മാർ MLA ആവാനായിട്ട് വരാനിരിക്കുന്ന കാലമാണ്. അത് അധികാരത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടാണ്. കാര്യം കേന്ദ്രത്തിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനി സംസ്ഥാനത്ത് അധികാരം കിട്ടിയാൽ മന്ത്രിയാകാം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ആ സാഹചര്യത്തിലാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നേരെ ശബരിനാഥൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്നുള്ളത്. ശാസ്ത്രമംഗലത്ത് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല, അത് സംവരണ വാർഡായി മാറി അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം കവടിയാറിൽ മത്സരിക്കാൻ വരുന്നത്. സ്ട്രോങ് ഹോൾഡാണ് UDF-ൻ്റെ, പക്ഷേ അവിടെ BJP-യുമായിട്ടാണ് പോരാട്ടം നടക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഈ വോട്ട് ഷിഫ്റ്റ് ആവുക? ഇതേ പ്രക്രിയ, അതായത് BJP-യിലേക്ക് പോകുന്ന വോട്ടുകൾ കോൺഗ്രസിന് തടഞ്ഞു നിർത്താൻ സാധിച്ചാൽ, അങ്ങനെയാണല്ലോ, അതായത് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്ത പോയ വോട്ടുകൾ, CPM-ൻ്റെ വോട്ട് അവിടെ തന്നെയുണ്ട്. LDF-ന് കാര്യമായ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ കണക്കുകൾ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല തിരിച്ച് സംഭവിച്ചിരിക്കുന്നത്. അവിടെ നഷ്ടപ്പെട്ടത് മുഴുവൻ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ്. ഇപ്പോൾ BJP-യിലേക്ക് പോയ വോട്ടുകൾ ഈ കോൺഗ്രസിന് അവരുടെ പാളയത്തിൽ തന്നെ തിരികെ എത്തിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും BJP-ക്ക് ക്ഷീണമുണ്ടാവും. BJP-ക്ക് ക്ഷീണമുണ്ടായാൽ സ്വാഭാവികമായും അത് LDF-ന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമായി മാറുകയും ചെയ്യും. ഇപ്പോഴുള്ള 51 എന്നുള്ളത് LDF നില മെച്ചപ്പെടുത്തുകയും കോൺഗ്രസ് 2ാം സ്ഥാനത്ത് വരികയും BJP 3ാം സ്ഥാനത്ത് പോവുകയും ചെയ്യുകയായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് അങ്ങനെയാണ് വരുന്നത്. കാരണം ആ പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അതിന് എന്തുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ശബരിനാഥൻ ഏറ്റവും മികച്ച ക്യാച്ചാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശബരിനാഥ് കോർപ്പറേഷനിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു 30 സീറ്റുകളെങ്കിലും ശബരിനാഥൻ്റെ നേതൃത്വത്തിൽ പിടിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ലോക്സഭാ സ്ഥാനാർത്ഥി ശശി തരൂർ മത്സരിക്കുന്നില്ലെങ്കിൽ ഈ ശബരിനാഥനാവാനുള്ള സാധ്യതയുമുണ്ട്. അതായിരിക്കാം അദ്ദേഹത്തിനുള്ള ഒരു പ്രോമിസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള യോഗ്യതയും ശബരിനാഥനുണ്ട് എന്നത് തെളിയിച്ചതാണ്. അപ്പോൾ ഈ മേയർ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തുന്നത് നിയമസഭയിൽ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് അവർ വനിതാ സംവരണ വാർഡ് അല്ലാത്തതുകൊണ്ട് അവിടെ പൊതു സ്ഥാനാർത്ഥി വരാനാണ് സാധ്യതയുള്ളത്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ അവിടെ പരിഗണിച്ചത് അതിലൊന്ന് പുഷ്പലതയെ പരിഗണിച്ചിരുന്നു. കഴിഞ്ഞ തവണ പരിഗണിച്ച മറ്റൊന്ന് OG അലീനയായിരുന്നു. പക്ഷേ OG അലീന തോറ്റു. കുന്നുകുഴി വാർഡിലാണ് AKG സെൻറ്ററിൽ ഇരുന്ന സ്ഥലത്ത് CPM തോക്കുന്ന സാഹചര്യമുണ്ടായി. അതേപോലെ നെടുങ്കാടകമാണെന്ന് തോന്നുന്നു, അവിടെയാണ് പുഷ്പലത പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. കരിക്കകത്ത് പരാജയപ്പെടുന്നത് മേയർ തന്നെയാണ്. മേയർ കഴിഞ്ഞ തവണയും പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ ശ്രീകുമാർ മേയർ കരിക്കകത്ത് പരാജയപ്പെട്ടു. പക്ഷേ അവിടെ LDF വിജയിച്ചു. അത് ഓരോ വാർഡിലും സംഭവിക്കുന്ന ചെറിയ ആകെ 1000-1200 വോട്ടർമാരാണല്ലോ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ചെറിയ ഷിഫ്റ്റ് ആണെങ്കിൽ പോലും അത് വലിയ രീതിയിൽ ബാധിക്കും. അത് 112 വോട്ടിനാണ് അന്നത്തെ മേയർ പരാജയപ്പെട്ടത്. പക്ഷേ കോർപ്പറേഷൻ LDF പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ LDF-ൽ നടന്നു പോയവർ കോൺഗ്രസിൽ നടന്നു പോയവർ തിരികെ കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസിന് ഭേദപ്പെട്ട ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കും. ഇത് കോൺഗ്രസിൻ്റെ ഒരു മികച്ച സാധ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച തുടക്കമാണ്. ശബരിനാഥനെ പോലെ വളരെ പ്രോമിസിംഗ് ആയ, ഒരു തരത്തിലുള്ള അഴിമതിയുടെ കറയും പുരളാത്ത, വളരെയധികം ഇമാജിനേറ്റീവായ മികച്ച സംവാദകനും എന്നാൽ സംയമനത്തോടുകൂടി കാര്യങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്ന ശബരിനാഥൻ നല്ല കാൻഡിഡേറ്റ് ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് ശബരിനാഥൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല ആ ട്രെൻഡ് അതാണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിലെ രാഷ്ട്രീയത്തെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ രാഷ്ട്രീയം ലോക്സഭയിലും നിയമസഭയിലും മന്ത്രി കാറുകളിലും മന്ത്രി വസതികളിലും താമസിക്കുന്നതല്ലെന്നും അത് നഗരസഭകളിലും ഗ്രാമസഭകളിലും പ്രവർത്തിക്കുന്നതാണെന്നുള്ളൊരു പൊളിറ്റിക്കൽ മെസ്സേജ് കോൺഗ്രസിന് ഇതിലൂടെ കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് നെറേറ്റീവിനെയും ബാക്കി എല്ലാ ഇടങ്ങളിലും ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നെറേറ്റീവ് ആവശ്യമുണ്ട് കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. നിലവിൽ വെന്റിലേറ്ററിലാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ. ആ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി റൂമിലേക്കെങ്കിലും മാറ്റാൻ ഈ ശബരിനാഥൻ്റെ വരവോടുകൂടി സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മികച്ച തുടക്കമാണോ എന്ന ചോദ്യത്തിന് സാധ്യമായതിൽ വെച്ച് മികച്ച തുടക്കം എന്നാണ് എൻ്റെ അഭിപ്രായം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.